ഹലോ ഫ്രണ്ട്സ്, ടെക്കൻ വ്ളോഗ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് തായ്ലൻഡിലാണ്. അതായത് തായ്ലൻഡിലെ പട്ടായയിലുള്ള ഹോട്ടൽ അയ്യാര ഇൻ്റർനാഷണൽ എന്ന ഒരു വലിയൊരു ഹോട്ടലാണുള്ളത്. കണ്ണൂരിലുള്ള UTS ഹോളിഡേയ്സ് എന്ന ടൂർ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. തായ്ലൻഡിലെ വിശേഷങ്ങൾ കാണാനും കേൾക്കാനും അത് അനുഭവിക്കാനുമാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അവിടെയുള്ള വിശേഷങ്ങൾ ആണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, 12 പേരടങ്ങുന്ന നമ്മുടെ ടീം കാലത്ത് 4 മണിക്ക് തായ്ലൻഡിൽ ബാങ്കോക്കിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടായ ഡോൺ മ്യൂങ്ങിൽ എത്തിച്ചേർന്നു. കണ്ണൂരിലുള്ള UTS ഹോളിഡേയ്സ് എന്ന ടൂർ കമ്പനിയാണ് നമുക്ക് ടൂർ പ്രോഗ്രാം ഏർപ്പാടാക്കി തന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു വിഷമവുമില്ലാതെ പരിപാടി വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല താമസസ്ഥലം, നല്ല ഭക്ഷണം, നല്ല പാക്കേജ് കൊണ്ടും നന്നായിരുന്നു. നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അവിടെ നിന്നൊരു ടെമ്പോ ട്രാവലർ വന്ന് നമ്മെ പിക്ക് ചെയ്തു പട്ടായയിലുള്ള ഹോട്ടലിലേക്ക് യാത്ര ആരംഭിച്ചു. മനോഹരമായ വിശാലമായ റോഡിൽ കൂടിയുള്ള യാത്ര വളരെ സുഖകരമായിരുന്നു. കാലത്ത് 5 മണിയായതിനാൽ സൂര്യൻ ഉദിച്ചു പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻ സമയത്തേക്കാൾ 1.5 മണിക്കൂർ കൂടുതലാണ് തായ്ലൻഡ് സമയം. ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മുടെ വണ്ടി പട്ടായയിലുള്ള വലിയൊരു ഹോട്ടലിൻ്റെ മുന്നിലെത്തി. ഹോട്ടൽ അയ്യാര ഇൻ്റർനാഷണൽ 4 സ്റ്റാർ ഹോട്ടലാണ്. വിശാലമായ നടുത്തളത്തിൽ കൂടിയുള്ള നടത്തം ഏതോ ലോകത്തെത്തിയതുപോലെ തോന്നി. നല്ല സെറ്റപ്പ്, ശീതീകരിച്ച റൂം. നമ്മുടെ കാലാവസ്ഥ തന്നെയായിരുന്നു അവിടെയും അനുഭവപ്പെട്ടത്. മോർണിംഗ് ഫുഡ് കഴിക്കാനായിട്ട് പോയിരിക്കുകയാണ്. നല്ല ഭക്ഷണം, നമുക്ക് വേണ്ടതെല്ലാം അവിടുന്ന് എടുത്ത് കഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള നൂഡിൽസ്, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, ചിക്കൻ, വെജിറ്റബിൾസ്, ബ്രെഡ്, ജാം, എന്ത് വേണമെങ്കിലും നമുക്ക് അവിടുന്ന് കഴിക്കാവുന്നതാണ്. ഇഷ്ടം പോലെ കഴിക്കാവുന്നതാണ്. അതുപോലെ കോഫി, ടീ, ലൈം ജ്യൂസ് ഒക്കെ നമുക്ക് അവിടുന്ന് കഴിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഇഷ്ടം പോലെ നമുക്ക് അവിടുന്ന് മുട്ട ആംലെറ്റ് ഉണ്ടാക്കുന്നതാണ്. ബ്രെഡും മുട്ടയൊക്കെയാണ് പ്രധാന ഭക്ഷണം. അപ്പം അല്പം വിശ്രമത്തിന് ശേഷം നമ്മളൊരു 12 മണിക്ക് സൈറ്റ് സീയിങ് കാണാനായി ടെമ്പോയിൽ യാത്ര ആരംഭിച്ചു. പുറത്ത് നല്ല ചൂടാണ്. AC ആയതിനാൽ ചൂട് തോന്നിയതേയില്ല. അങ്ങനെ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറം കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യമായിട്ടുള്ള ചില വ്യത്യാസം, നല്ല റോഡ്, വിശാലമായ 6 വരി പാതയൊക്കെയാണ് ഇവിടെ കാണുന്നത്. കണ്ട, അപ്പം നമ്മളൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് പട്ടായയിലെ പേരുകേട്ട ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണിത്. അപ്പോൾ ഒരു വലിയ കപ്പലിൻ്റെ മാതൃകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവശങ്ങളിലായി പലതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ തുണിത്തരങ്ങളും മറ്റ് വിൽപ്പന സാധനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം വലിയൊരു തടാകത്തിൽ കെട്ടിടങ്ങൾ പണിതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മനോഹരമായ കെട്ടിടങ്ങളൊക്കെ വെള്ളത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തൂണിൽ മരം കൊണ്ടൊക്കെയാണ് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പലതും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല വസ്തുക്കൾ, സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. കരകൗശല വസ്തുക്കൾ, തായ് ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് വാങ്ങാൻ സാധിക്കും. തടാകത്തിലെ പൂക്കളൊക്കെ, പൂച്ചെടികൾ. അപ്പം നമ്മൾ അവിടുന്ന് നേരെ ഉച്ചഭക്ഷണം കഴിക്കാനായി പുറത്തേക്ക്, അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഹോട്ടലിലേക്ക് കടക്കുകയാണ്. ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ മാൽഗുഡി എന്നാണ്.
അവിടെ കയറി നമുക്ക് ആവശ്യത്തിലുള്ള ഭക്ഷണങ്ങൾ, അവിടെയും സെൽഫ് സർവീസാണ്. നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കാം. ആവശ്യത്തിന് ഭക്ഷണങ്ങൾ എല്ലാവരും എടുത്ത് കഴിച്ചു. എല്ലാ വിഭവങ്ങളും ഉണ്ട്. വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ട്, നൂഡിൽസ്. അപ്പോൾ അതിനുശേഷം നമ്മൾ തടാകത്തിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ്. ഒരു ബോട്ടിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒരു ചെറിയൊരു ബോട്ടല്ല, ചെറിയൊരു യന്ത്രത്തോണിയാണ്. അതിൽ തടാകത്തിലേക്ക് കൂടി നമുക്ക് ഒന്ന് സവാരി ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മളങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ബോട്ടിലുള്ള യാത്ര വളരെ രസകരമാണ്. തടാകങ്ങൾ നമുക്ക് ശരി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോട്ടുകൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രകൃതി ഭംഗി, ആ തടാകവും ആ തടാകത്തിലുള്ള ഓരോരു തടാകത്തിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളാണ്. മരത്തിൻ്റെ തൂണ്, അതുപോലെ തന്നെ സിമൻറ്റ് തൂണുകൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ മരം കൊണ്ട് അതാണ് കരകൗശല വസ്തു. ഓരോ സ്റ്റോളുകൾ കരകൗശല വസ്തുക്കളായാലും തുണിത്തരങ്ങളായാലും മറ്റുള്ള ഉൽപ്പന്നങ്ങളായാലും പുരാവസ്തുക്കളായാലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് തന്നെ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഇരുവശത്തായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഓരോരോ അതിൻ്റെ സ്റ്റൈല്, അതിൻ്റെ ഒരു പാലം അങ്ങനെ അവിടെ ചെടികൾ, പൂച്ചെടികൾ ഒക്കെ ഉണ്ട്. അങ്ങനെ തോണി അങ്ങനെ സാവധാനം തടാകത്തിലേക്ക് കൂടി അങ്ങനെ ഒഴുകി പോവുകയാണ് യാതൊരു പ്രയാസവുമില്ലാതെ. നമ്മൾ പോകുമ്പോൾ തന്നെ മറ്റുള്ള തോണികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അതിൽ മറ്റുള്ള സഞ്ചാരികളൊക്കെ ഉണ്ട്. വളരെ നിശ്ചലമായിട്ടാണ്, യാതൊരു അനക്കമൊന്നുമില്ല, ഒന്നും പേടിപ്പെടുത്തുന്നൊന്നുമില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ കെട്ടിടത്തിൻ്റെ ഇടയിലേക്ക് കൂടിയാണ് തോണി സഞ്ചരിക്കുന്നത്. ധാരാളം തോണികൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. നല്ല വെള്ളം കാണുമ്പോൾ നല്ലൊരു പച്ച നിറമാണ് അല്ലേ തടാകം. അത് ഒഴുക്കില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വെള്ളം. അത് പണ്ടത്തെ കാളവണ്ടിയുടെ ചക്രം കിടക്കുക, അത് പുരാതന വസ്തുക്കളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല മറ്റു പലതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു നല്ലൊരു വിദേശികളൊക്കെ ഉള്ളൊരു ബോട്ടാണ് അങ്ങനെ പോകുന്നത്. മനോഹരമായ തീരങ്ങൾ, നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങൾ അങ്ങനെ നമുക്ക് ബോട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോട്ടുകൾ അങ്ങനെ സഞ്ചരിക്കുന്നത് കാണാം. ഒരു മനോഹരമായൊരു ബോട്ട്, എന്തോ വെച്ചിട്ടുള്ള ഒരു രാജകീയ പ്രൗഢിയുള്ളൊരു ബോട്ട്, ഒരു തോണി നമുക്കവിടെ കാണാൻ സാധിക്കും. അത് നിശ്ചലമായിട്ട് അവിടെ നിന്നിട്ടാണുള്ളത്. വീണ്ടും നമ്മുടെ തോണി അങ്ങനെ തടാകത്തിൽ കൂടി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ തോണികൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോവുകയും വരെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ തോണി ഇറങ്ങി നമ്മൾ മാർക്കറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. സ്ത്രീകളാണ് മിക്കവാറും അവിടെ നമുക്ക് കച്ചവടമൊക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ സീ ഫുഡ് കോർട്ടിൽ, ഒരു ഫുഡ് കോർട്ടിൽ കടന്നപ്പോൾ നമ്മൾ ആദ്യമായി കാണാൻ സാധിച്ചത് പൊരിച്ച തേളിനെയാണ് നിർത്തിവെച്ചിരിക്കുകയാണ്. അത്ഭുതം തോന്നിപ്പോയി. ഒപ്പം ധാരാളം ജീവികളുടെ റോസ്റ്റ് വിഭവങ്ങളും, ഇതൊക്കെ അവരുടെ പ്രധാന ഭക്ഷണമാണെന്നാണ് പറയുന്നത്. നമ്മൾക്കതൊന്നും പറ്റില്ല അല്ലേ. ഇതാണ് നമ്മുടെ ഈ വാട്ടർ ബോട്ടിൽ കൊണ്ടുണ്ടാക്കിയ മത്സ്യങ്ങൾ. അവർ കരകൗശല വസ്തുവായിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഞേച്ചിട്ടിരിക്കുകയാണ് ചായം കൊടുത്തിട്ട് വാട്ടർ ബോട്ടിൽ കൊണ്ടുള്ള മത്സ്യങ്ങളെ. അപ്പോൾ നമുക്ക് ഈ തായ് കറൻസി എന്ന് പറയുന്നത് ബാത്താണ്. നമ്മുടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ പോയപ്പോൾ 10,000 രൂപക്ക് 4,100 ബാത്താണ് കിട്ടിയത്. ഇന്ത്യയുടെ 2.1 രൂപ ഒരു ബാത്ത് അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇന്ത്യൻ മണി അവിടെ സ്വീകരിക്കില്ല, അത് മറ്റൊരു പ്രത്യേകത. അവിടെ ബാത്ത് തന്നെ വേണം. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അത് ഫോറിൻ എക്സ്ചേഞ്ചിൽ നിന്ന് മാറിയിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടുത്തെ രൂപ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമുക്ക് വളരെ സാധിക്കും. ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. കൊച്ചിൻ എയർപോർട്ടിൽ നിന്നൊക്കെ അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. അവിടെയുമുണ്ട്. ബാങ്കോക്കിലൊക്കെ അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. നമ്മളങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ പുറമേയുള്ള കാഴ്ചയാണിത് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു കപ്പലിൻ്റെ മോഡലാണ് ഉള്ളത്.
അപ്പോൾ അവിടെ നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ മറ്റൊരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന മഹാത്ഭുതം കാണാനാണ്. പട്ടായയിൽ നിന്നും 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാണുന്ന വലിയൊരു ദൃശ്യവിരുന്നാണിത്. സാങ്ച്വറി ഓഫ് ട്രൂത്ത്. അപ്പോൾ ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുന്നതാണിതെന്ന് പറയുന്നത്. 1981 ഇതിൻ്റെ പണി ആരംഭിച്ചതെന്ന് പറയുന്നു. 2025 പൂർത്തിയാകുമെന്നാണ് പറയുന്നത്. തായ്ലൻഡിലെ ലോകാത്ഭുതം എന്ന് തന്നെ ഇതിനെ പറയാം. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വെറും മരം കൊണ്ടാണ് എന്ന് പറയുന്നത്. ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആണിയൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇതിൽ പ്രവേശിക്കാൻ 500 ബാത്ത് വേണം. പ്രവേശിക്കണമെങ്കിൽ നമ്മൾ എൻട്രൻസ് ഫീ കൊടുക്കണം എന്നർത്ഥം. കുറേ മരത്തിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങിയാണ് കടൽ തീരത്തുള്ള കൊത്തുപണികളുടെ ഈ കൊട്ടാരത്തിൽ എത്തുന്നത്. അപ്പം ഇവിടെ പ്രവേശിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സേഫ്റ്റി ക്യാപ്പ് തരും. അത് ധരിച്ചാണ് ഉള്ളിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇവിടെ പണി നടക്കുന്നത് കൊണ്ടായിരിക്കാം ക്യാപ്പ് ധരിച്ചിട്ട് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് തോന്നുന്നു. നമുക്കൊരു ഇംഗ്ലീഷ് ഗൈഡ് ഉള്ളതിനാൽ എല്ലാം നല്ലപോലെ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം പ്രവേശിച്ചത് ഇതിനാവശ്യമായ ശില്പങ്ങളും രൂപങ്ങളും ഉണ്ടാക്കുന്ന ശില്പികളുടെ വർക്ക്ഷോപ്പിലേക്കാണ്. ശില്പികൾ നിരന്ന് കൈകൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് കാണുന്നത് എന്തൊരു അതിശയം തോന്നുന്നു. കണ്ട ശില്പികൾ അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരുമായ ശില്പികൾ അങ്ങനെ കൈകൊണ്ടാണ് കൊത്തുപണികൾ നടത്തുന്നത്. തൂണുകളും മറ്റ് രൂപങ്ങളും മറ്റുള്ള പലതും അവരവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു വല്ലാത്തൊരു കാഴ്ചയാണത്. അങ്ങനെ അവർ ഇരുന്ന് അങ്ങനെ അക്ഷമയോടുകൂടി യാതൊരു ഇതുമില്ലാതെ മടുപ്പൊന്നും ഇല്ലാതെ അങ്ങനെ കൊത്തി കൊത്തി രൂപങ്ങൾ ഉണ്ടാക്കുകയാണ്. കണ്ട ആ കൊത്തുപണികൾ. അപ്പം ലേക്ക് വിരിയബിൾ എന്ന തായ്ലൻഡിലെ കോടീശ്വരനാണ് ഇങ്ങനെയുള്ള ഒരു കെട്ടിടത്തിന് രൂപം നൽകിയത്. അദ്ദേഹം ഇന്നില്ല എങ്കിലും പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. കണ്ട ഇങ്ങനെ പണികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈഡുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇതിനെപ്പറ്റി ഇതിൻ്റെ ചരിത്രം അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പുരാതന തായ് ശില്പചാതുരി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വന്യമൃഗങ്ങളുടെയും മനുഷ്യരുടെയും ജീവിത സാഹചര്യങ്ങൾ ഇവിടെ കൊത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള വീണ്ടുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ട ശില്പികൾ അങ്ങനെ ശില്പങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ട ഒരു രൂപങ്ങളൊക്കെ കൊത്തിവെച്ച് കണ്ട വെറും മരത്തിൽ മാത്രമാണ്, എന്നാൽ ടച്ചൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു രൂപമാണ്. മനോഹരമാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ. എല്ലാവരുടെ തലയിലും സേഫ്റ്റി ക്യാപ്പുണ്ട്. വളരെ ഒരു പണിക്കാരെ പോലെയാണ് നടക്കുന്നത്. എന്തൊരു ജോലി ചെയ്യാൻ പോകുന്നത് പോലെ കാണും അവരെ കാണുമ്പോൾ, നമ്മളെയൊക്കെ കാണുമ്പോൾ. അപ്പം അത് തലയിൽ വെക്കുമ്പോൾ ഒരു ഗമയുണ്ട്. നമ്മളും അടുത്ത ഒരു ശില്പിയെപ്പോലെ നമുക്ക് തോന്നിപ്പോവുകയാണ് അല്ലേ. മ്യൂസിയത്തിലേക്ക് കടക്കാം. അപ്പോൾ ബുദ്ധ മതവും ഹിന്ദുമത വിശ്വാസമുള്ള ധാരാളം കൊത്തുപണികൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെയുള്ള ഓരോ തൂണിലും കൊത്തിവെച്ചിരിക്കുന്നത് മനുഷ്യരും പ്രപഞ്ച സത്യങ്ങളുമാണ്. ഉള്ളിലേക്ക് കടന്നാൽ കാണാൻ സാധിക്കും. നമുക്ക് ഗൈഡിൻ്റെ വാക്കുകൾ കേൾക്കാം. So you can see we have different colors. The fresh new brown, that is the new artwork. The old blue color, that is the old artwork. So from 1981 till now. And that is because of the effect from the salt. We are beside the seashore, the sun and the rain as well. And it's waiting for the new installations. The green color over there,
That is the effect from the chemicals. They use the chemicals to control the termites and insects on woods before they take the actual form to start on woods and then do the curving. By the way, if you share your photo in the Instagram or social media, you can write it there. This is not a temple. I repeat, not a temple, only contemporary arts, just a museum. It is inspired by many different traditional styles like Indians, Chinese, Cambodian, and Thai, and so on, mixed together. So after the tour, you can come down here again, take more photos. You can go around, okay? And then you can hang out there. Place order there, drink and relax while you enjoy the view of Sanctuary of Truth. But in the meantime, let's continue on with our tour so that we can finish earlier. Then you have your free time to go around. We will be walking a little bit all the way. Decorations outside, these are all Thai traditional culture. The owner, he wants people to see that in the old days, the Thai people create this culture as a way of connecting with the people in the society to live peacefully together. The owner is actually communicating through the arts. So every wooden arts here have a story to tell, and that is what we're exploring here. It's decorated with Ramayana epic. Now that reflects the truth of human life, that in every society, there's always good and bad. But eventually our aim is the good will always win over evil. But it all depends on all of us. If you are astounded in its beauty here, you will be more amazed at the other side. It's even more beautiful there. So let me take you to the other side now. This everyone, so spot to take a photo for your Instagram. A lot of our visitors like you whenever they come here and they stand up there. They always say that they feel like they're a royalty. Like one time princess, prince, king, or queen. Isn't that amazing? Now this is actually our inspired royalty balcony called Singha Banchorn balcony. It is used by the king to grant a public audience in special occasions. Now the only sacrifice you have to make is one of you must come down here and take photo from up there. So just a little sacrifice. You can ask. Everything is made by hand, but like up there you can see, that's the only mechanical that we use, our elevator. So that is only to lift the physical handicapped people, pregnant women, and some elderly who cannot go to the stairway. Have you been to Cambodia? You've been to Cambodia already, sir? What about the rest? Not yet. So don't worry, because only here in Sanctuary of Truth, you are able to see a glimpse of Cambodia. You see the four faces up there? That is in Angkor Wat, Cambodia. So as if you're already in Cambodia right now, isn't that so beautiful? But you have to go to Cambodia to see it for yourself. Now the four faces are actually symbols of four golden state of minds. Like they said, one face is loving kindness, the other face is compassionate, the other face is sympathetic joy, and the other face is equanimity. Below the four faces, you can see that is Indra riding Erawan. The three-headed elephant are displayed, and that represents the key characters of a good leadership, like avoidance of thinking, saying, and doing negative things to others. It's a good reminder to every one of us, because at this point of time, we need the right leaders. All right, everyone over here, come up, come up. Now, okay, how do you feel? Yeah, I know. I'm already like sweating a lot. Okay, inside we're going to explore the dragon breath of fire, the volcano. In our body is our temperature, metabolisms, energy, and emotions. All of these four elements here, including the space for the sky, they make us all equally the same and balanced. So if every one of us understand the first truth of life here, it helps us all to realize that we all deserve the same treatment and respect. Can I have that from all of you during the tour? Can I have that? Yes. You can come back here again and take photos.
no one will stop you. But in the meantime, let's continue on exploring the second part. You're going to like it there. It's really beautiful. This is actually one of our favorite parts. Less noise, less people, plus the sea breeze. But wait till you go to the fourth root of life. You're going to like it there. It's really cool. Now the second part is about how we can all survive together. It represents the cycle of life that reminds us all from birth to death, our life depends on nature. Without the nature, we cannot really survive. If you are rich or not, it doesn't matter. We are all the same, and we were all grown up by the nature. Now the truths here we want to show you, starting from up there, the men and the women sculptures, they represent our parents. Some of you are parents already. The beginning of human life gave birth to us, took care of us, and teaches us all the good things in life. Up there you can see the circle. That refers to the universe, where every one of us live together. And over there you can see that sculpture there. That is Mother Earth. In Thai they call that Medurani. Now do not ask me where Father Earth is, because I really do not know. Wednesday is Mercury, Thursday is Jupiter, Friday is Venus, and Saturn is Saturday. They indicate the unique personalities of every individual. According to the old belief of Thai people, those who were born under the constellation of certain deities, they received a particular blessing such as, this is the great pavilion, the center hall. We call this the third root of life. And here is where the relics of the Buddha is placed. Some parts of the bones like teeth and nails are inside. So this is the reason why we have to cover some of you, just to pay respect for the relics of the Buddha. And here it represents the concept of we are born to die. No one can really escape from death. Our tomorrows are never guaranteed nor promised. Whether we like it or not, every one of us must face death someday. But I just hope not as yet, so that we can still have the chance to do good things in this world. Am I right? Our world deserves a second chance, and I think we deserve one too. So it's never too late for every one of us. If you look inside the throne, you can see there's nothing there. While here it's fully decorated, that reminds us about the emptiness of life. We come from this world naked, out of nothing. We die, we take nothing, even our pictures. The only thing that is remain in this world are our good or bad actions. We can either create good or bad, it all depends on all of us. If every one of us understand the truths here, it helps us all to realize that life is too short. So take the time. In English, they call that money heist. Money heist. Some among you here watch the movie series. Did you watch it, sir? You watch it too? Can you remember which part of the scene took place here? Who did she meet here? Does any one of you know him? Are you sure? If you look at your 1,000 baht, the previous one, and the 100 baht, okay? His picture is actually there, okay? So this is actually the father of the current king right now. So the king right now is ഇത് മുൻപുണ്ടായിരുന്ന ഒരു തായ്ലൻഡ് രാജാവിന്റെ പ്രതിമയാണ്. He's the longest reigning king here in Thailand for 31 years. He's dead already like over 6 years ago, but he never മുൻപത്തെ dies തായ്ലൻഡ് of രാജാവ്, heart അതിന്റെ attack. പ്രതിമയാണത്. In fact, even as Filipinos here in Thailand, we love him as well. King Ramanai, King Bumipol, Adulad the Great. He's considered to be one of the good examples because he ഇതൊക്കെ തന്നെയാണ് sacrificed ചെയ്തത് all his കേട്ടോ. life കുത്തി to improve the കുത്തി quality of life ഉണ്ടാക്കിയതാണ്. of Thai people. He's the kind of person who always puts others first before himself.
He has initiated over 4,000 projects which aim at improving the living conditions of his people, like self-sufficiency, not to be greedy, reducing passion, sharing moral values to society, conservation with the balance of nature, and even the importance of the environment. And lastly, what we love about him is that he supported every religion with the same status for over 70 years now. Because King Ramanai believed that every religion teaches everyone to be a good person. Like Confucius and King Ramanai, these are only some of the people who left good things for the world. Not at the moment, but drinking. Occasionally. It's okay to be honest, but it's actually a truth anyway. Let's see if we can guess it. What do you think is happening to this guy here? Can you guess? He's puking. He's vomiting. Why? He drank too much. Did you ever experience this? I thought you would say just last night. Maybe tonight. Right? Now this is very normal for those who are drinking. Otherwise they said, if you drink and you don't vomit, that means you're a good drinker. Now the thing is, from the owner he said, the owner said, why do we need to build 2 bridges when we can build 1 bridge for all? While on the other side you can see full of justice. It tells about a story of a wealthy man who shares his property to his children equally. How many people do you think are still existing like this nowadays? Not much, right? Maybe some of you here. And one of them is love our family. Because everything starts at home with our family. The last part represents the concept of the beginning of society, which is family. And if you look down there, you can see that is a metaphor of family, parents and children. പട്ടായയിൽ വരുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു കെട്ടിടമാണിത്. അല്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും. ഇവിടുത്തെ കൊത്തുപണികളും അതിൽ പറയുന്ന കഥകളും നേരിട്ട് കാണുക തന്നെ വേണം. ഇതൊന്ന് പറഞ്ഞ് അറിയിക്കേണ്ടതല്ല. നമ്മൾ നേരിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് നേരിട്ട് കാണാനുള്ളൊരവസരം നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സെഞ്ച്വറി ട്രൂത്ത് എന്ന മഹാമ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഡാൻസ് തിയേറ്ററിലേക്കാണ് പോകുന്നത്. സുന്ദരികളായ നർത്തകിമാരുടെ അതിമനോഹരമായ നൃത്തച്ചുവടുകൾ കണ്ട് ആസ്വദിച്ച് ഹോട്ടലിലേക്ക് മടങ്ങാൻ പോവുകയാണ്. സമയം രാത്രി 8 മണി. ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.